നവംബർ 12 അറിയിക്കുന്നു. നവംബർ 12 ഈ കത്താണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നവംബർ 12 ഈ കത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ PM ശ്രീ തുടർച്ചയോ എന്ന് ചോദിക്കുമ്പോൾ തുടർച്ചയാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ സർക്കാർ വന്നിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴത്തെ സർക്കാർ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അതായത് ഒരു സബ് കമ്മിറ്റി പാതി വഴിക്ക് പോയിരിക്കുകയാണല്ലോ. അവരൊക്കെ പോയി, മന്ത്രിസഭയിൽ നിന്ന് പോയി. അപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ അത് മന്ത്രിസഭ ഒരു ഉപസമിതി രൂപീകരിക്കുന്നു. ആ ഉപസമിതി കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഈ കരിക്കുലത്തിൽ യാതൊരു തരത്തിലും ഇടപെടാൻ അനുവദിക്കുകയില്ല, അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്കൂളിൽ നടപ്പാക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും എന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനമായി കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഉപസമിതി എന്ന ചോദ്യം വരാം. ആ ഉപസമിതി നേരത്തെ ഒരു ഉപസമിതി ഉണ്ടല്ലോ, അതിന്റെ തുടർച്ച വേണമല്ലോ, സർക്കാരുകൾ തുടർച്ചയാണല്ലോ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാനിതിന്റെ വ്യാഖ്യാനത്തെയാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തെ അല്ല. പക്ഷേ സർക്കാരിന് PM ശ്രീ വേണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് തുടരാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പറയുന്നതിനൊരു തടസ്സവുമില്ല. ഇനി പറഞ്ഞതുപോലെ ഇനി ഒരൊറ്റ വർഷമേ ബാക്കിയുള്ളൂ. 2026-27 പഞ്ചവത്സര പദ്ധതിയാണ്. അതിലിനി അവസാനത്തെ വർഷമാണ്, 2027 വരെയുള്ളൂ. ആ 2027 വരെ PM ശ്രീയിൽ നിന്ന് വലിയൊരു തുക കിട്ടാനുമില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട എന്ന് വെക്കാം, അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. പക്ഷേ അത് ഈ ഉപസമിതി തീരുമാനിക്കും. ഇതും കഴിഞ്ഞ ഉപസമിതി പോലെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഉപസമിതിയാണോ, അതോ ഇതിനൊരു സമയപരിധി വെക്കുമോ എന്നുള്ളതും അടുത്ത ദിവസം നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊരു കൃത്യം നിശ്ചയിച്ചിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. അതിനുശേഷം ഞങ്ങളിതാ കേന്ദ്രത്തെ ഇന്നതാണ് അറിയിക്കാൻ പോകുന്നത് എന്ന് പറയുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഏതായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ ഒപ്പിട്ടാൽ എന്താ എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിൽ വിമർശിക്കാൻ ഒരു അവകാശവുമില്ല. അങ്ങനെ പറഞ്ഞവരാണ് ഇന്നിപ്പോൾ PM ശ്രീ മായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരുമായുള്ള ഡീല് ആണ് എന്ന് പറയുന്നത്. എന്ത് ധാർമ്മികമായ അവകാശമാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനുള്ളത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതും കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്? എന്ത് ധാർമ്മികമായ അവകാശമാണ്? എത്രത്തോളം തൊലിക്കെട്ടി വേണം അങ്ങനെ പ്രതികരിക്കാൻ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ PM ശ്രീ ഒപ്പിട്ടാൽ എന്താ എന്ന് പറയുന്നു. ആ PM ശ്രീ ഒപ്പിട്ട എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2 മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ വിഷയം വരുന്നു, അത് വേണ്ട എന്ന് വെക്കുന്നു. അതിനുശേഷം 3ാമത്തെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് രഹസ്യമായി മുഖ്യമന്ത്രിയും ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് സെക്രട്ടറിയെ അങ്ങോട്ടേക്ക് അയച്ച് ഒപ്പിടിക്കുകയാണ്. അത് പിന്നീട് CPI അറിഞ്ഞുകൊണ്ട്, ഈ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ബഹളം ഒന്നുമല്ല അന്നത്തെ സർക്കാരിന് പ്രശ്നമായത്, അന്നത്തെ മുന്നണിയിലെ പ്രശ്നമാണെന്നേ. അന്ന് CPI ഉയർത്തിയ എതിർപ്പാണ് പ്രശ്നമായത്. ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്നും ഇങ്ങനെ പിൻവാങ്ങാൻ തീരുമാനിച്ചത്, എങ്ങുമല്ലാതെ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അതിലൊരു നിലപാടില്ല. ആ നിലപാടെന്നാൽ എന്താണ് ആവേണ്ടിയിരുന്നത്? PM ശ്രീ ഞങ്ങൾ ഒപ്പിടില്ല എന്നുള്ളതായിരുന്നു. ആ ഒപ്പിട്ടത് എന്തിനാണെന്നാണ് പറയുന്നത്? SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കേന്ദ്രത്തിൻ്റെത് ഈ പറഞ്ഞ വളരെ ധാർഷ്ട്യം നിറഞ്ഞ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന നയമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. PM ശ്രീ കരിക്കുലത്തിൽ ഇടപെടില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് PM ശ്രീ അല്ലെങ്കിൽ തന്നെ കരിക്കുലത്തിൽ ഇടപെടില്ല, PM ശ്രീ അല്ലെങ്കിൽ തന്നെ ഏതൊക്കെ സ്കൂളുകൾ വേണമെന്ന് നിശ്ചയിക്കില്ല. എന്തൊരു നിഷ്കളങ്കമായ പ്രതികരണമാണ്. ഇപ്പോൾ സുനിൽ നേരത്തെ പറഞ്ഞു കേട്ടു, PM ശ്രീ ഒപ്പിടുന്ന ഒരു നിർബന്ധവും ഇല്ലാഞ്ഞിട്ടാണ് SSKയുടെ ഫണ്ട് തരായിരുന്നത്. ഇത് ചട്ടങ്ങളിലുള്ളതല്ല, പക്ഷേ കേന്ദ്രം ഇങ്ങനെയാണ് പിടിമുറുക്കുന്നതെന്നേ. അത് ഒപ്പിട്ടുകൊണ്ടാണ് SSKയുടെ ഫണ്ട് കിട്ടിയത്. തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതി പോയി. അപ്പൊ നമുക്ക് സുപ്രീം കോടതി പോകാമായിരുന്നു. ഈ സർക്കാർ എന്തുകൊണ്ടാണ് പോയില്ല? അല്ല, കഴിഞ്ഞ സർക്കാരിന് പോയി. ഇപ്പൊ 28-30 ദിവസമായ സർക്കാരിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ ഇവിടെ 5 വർഷം ഭരിച്ച സർക്കാർ ഈ PM ശ്രീയുമായി മുന്നോട്ട് പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ആ സർക്കാർ ചെയ്ത തെറ്റല്ല. പറയട്ടെ, ഞാൻ പറയാണല്ലോ, ഞാനും തെറ്റാണെന്നാണ് പറയുന്നത്. സർക്കാർ തെറ്റാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുനിൽ, PM ശ്രീയുമായി തുടർച്ചയിൽ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഒരു തരത്തിലും കരിക്കുലത്തിൽ ഇടപെടില്ല എന്ന് പറയുമ്പോൾ PM ശ്രീ എന്താണെന്നേ? കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പൈലറ്റ് പദ്ധതിയാണ്, അതിൻ്റെ ആമുഖ പദ്ധതിയാണ്. അത് എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്രത്തിന്റെ നയം നടപ്പാക്കുക. എന്താണ് കേന്ദ്രത്തിന്റെ നയം? RSSന്റെ നയങ്ങളാണ്. പാഠ്യപദ്ധതിയിൽ ഇടപെടുക, പാഠ്യപദ്ധതി ഒന്നാകെ മാറ്റുക, ശാസ്ത്രത്തെ മാറ്റിക്കൊണ്ട് മിത്ത് ശാസ്ത്രമാണെന്ന് പ്രചരിപ്പിക്കുക, മിത്തുകൾ പുരാണമാണെന്ന് പറയുക, ഈ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകുക, പുരാണത്തെ ഹിസ്റ്ററി ആണെന്ന് പറയുക, ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പഠനം പദ്ധതികൾ ഇതിനകം തന്നെ നമ്മൾ CBSE വിദ്യാഭ്യാസത്തിൽ കണ്ടിട്ടുണ്ട്, NCERTയുടെ പാഠപുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനോട് എതിർപ്പുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാറി നിൽക്കാനാകും എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നേ. അവിടെ എവിടെയാണോ പ്രതിരോധം,
അവിടെ എവിടെയാണ് ഞങ്ങൾ അതിനോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട എന്ന് തീരുമാനമെടുക്കാത്തത്? ശരിയാണ്, ഫണ്ട് കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകാരം ഇപ്പോൾ പറഞ്ഞ കണക്കിലൊന്നും വ്യത്യാസമില്ല. മുഖ്യമന്ത്രി എന്നത് വളരെ ബുദ്ധിപൂർവ്വം അത് PM ശ്രീയിൽ ഒപ്പിട്ടുകൊണ്ട് കിട്ടിയ SSK ഫണ്ടാണ്. അത് PM ശ്രീ ഫണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കിട്ടി എന്ന് വാചകത്തിലൂടെ അത് ബുദ്ധിപൂർവ്വം എടുത്ത് പറയുകയാണ്. 92.41 കോടി കിട്ടിയ കണക്ക് പറയുന്നു. അത് PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് കിട്ടിയ SSK ഫണ്ടാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് നയാ പൈസ കിട്ടിയിട്ടില്ല എന്നിപ്പോൾ പറയുകയാണ്. പിന്നെ എന്തിനാണ് ഒപ്പിട്ടതെന്നേ? എന്തിനാണ് ഒപ്പിട്ടത്? എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? സ്വയം പിൻവാങ്ങിയതല്ലല്ലോ, CPIയുടെ എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നാണ്. പ്രതിപക്ഷം ചോദിച്ച് അന്നും പറഞ്ഞിരുന്നത് നിങ്ങൾ മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒളിച്ചുപോയി ഒപ്പിട്ടു എന്നാണ് പറഞ്ഞത്. അതായിരുന്നു അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്. ഇനി PM ശ്രീയുമായി ബന്ധപ്പെട്ട് RSSന്റെ നയങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ കേന്ദ്രത്തിൽ RSSനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന കോൺഗ്രസ് ആണെന്നതിൽ തർക്കമില്ല. സംസ്ഥാനത്തിന് RSSനോടാണോ BJPയോടാണോ അതോ ഇടതുപക്ഷത്തോടാണോ എതിർപ്പെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടാണ് ആ വൈരം നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ എതിർപ്പ് നിന്നിട്ടുള്ളത്. അതിന് തുടർച്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഭരണത്തിലെത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സർക്കാരുകൾ തുടർച്ചയാണെങ്കിലും ഞങ്ങളുടെ നയം വേറെയാണ്, ഞങ്ങളുടെ പോളിസി വേറെയാണെന്നുള്ളതാണ്. അപ്പോൾ പോളിസി വേറെയാണെങ്കിൽ PM ശ്രീയിലെ പോളിസി എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന മന്ത്രിസഭാ ഉപസമിതി ഉടനെ റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ പദ്ധതി വേണ്ട, 1 വർഷത്തെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യതയുണ്ടെന്ന് പറയുന്നത്, അതൊരു നിർബന്ധിത സാഹചര്യം എന്ന് പറയുന്നത്, അത് ആ രൂപത്തിൽ വിശദീകരിക്കാനാവില്ല. കാരണം ഇവിടെ എല്ലാ ഘട്ടത്തിലും അതിനെ എതിർത്തപ്പോൾ അതിന് നിങ്ങൾക്കൊപ്പം നിന്നവരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധർ. ഇത് സർക്കാരിനെ, കഴിഞ്ഞ സർക്കാരിനെ ശക്തമായി വിമർശിച്ചതാണ്. ഇന്നിപ്പോൾ M സ്വരാജ് പറയുന്നത് മണ്ണിട്ട് മൂടിയത്രേ, കഴിഞ്ഞ പദ്ധതി മണ്ണിട്ട് മൂടി. എവിടെ മണ്ണിട്ട് മൂടി? മണ്ണിട്ട് മൂടിയാണോ ഈ കാണുന്നത്? മണ്ണിട്ട് മൂടിയ കത്താണോ ഈ കാണുന്നത്? ക്യാപ്റ്റൻ അബിയൻസ് എന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്തു എന്ന് പറയാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? എന്നിട്ട് ഈ പറയുന്ന ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയും. പിന്നെ ചോദിക്കുമ്പോൾ മുഖം നേരാണ്ട് മടങ്ങുകയാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വിമർശിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉറപ്പായിട്ടും ധാർമ്മികമായ അവകാശമുണ്ട്, ജനങ്ങൾക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രതിപക്ഷത്തിന് ഇനി ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും ധാർമ്മിക അവകാശമില്ല. കാരണം നിങ്ങളത് മന്ത്രിസഭയുടെ കണ്ണ് വെട്ടിച്ച് ഒളിച്ചുപോയി ഒപ്പിട്ടവരാണ്. അതിൽ നിങ്ങൾക്ക് പറയാൻ ഒരു അവകാശമില്ല. CPI പറയട്ടെ. Meet the editors.